Hello friends, Technique Malayalam channel വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ആയ പോക്കോ C3 ആണ്. അപ്പോൾ ഈ അടുത്താണ് പോക്കോ C3 ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ വർഷം പോക്കോന്റെ നാലാമത്തെ അല്ല അഞ്ചാമത്തെ സ്മാർട്ട് ഫോണാണ്. ആദ്യം പോക്കോ X2 വന്നു, പോക്കോ M2 Pro വന്നു, പോക്കോ M2 വന്നു, പിന്നെ പോക്കോ X3 വന്നു. അതിനുശേഷം ഇപ്പോൾ അഞ്ചാമത്തെ സ്മാർട്ട് ഫോണാണ് പോക്കോ C3. അപ്പോൾ ഇത്തവണ വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റാണ് പോക്കോ അനൗൺസ് ചെയ്തിരിക്കുന്നത്. വെറും 7500 രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസിങ്. അതിൽ 3 GB റാമും 32 GB സ്റ്റോറേജും അതേപോലെ തന്നെ മീഡിയടെക്കിൻ്റെ ഹീലിയോ G35 ഒക്ടോകോർ പ്രോസസ്സറും AI ട്രിപ്പിൾ ക്യാമറാസാണ് വരുന്നത്. 13 മെഗാപിക്സൽ ക്യാമറയും 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പിന്നെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ വോൾട്ടിയും വോയിസ് ഓവർ വൈഫൈ അങ്ങനത്തെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. LPDDR4X റാം കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പോക്കോ C3. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബില്യൺ ഡീൽ സെയിലിലും മേടിക്കാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആവുന്നത്. 2 വേരിയൻ്റാണ് വരുന്നത്. 3GB 32 GB സ്റ്റോറേജും 4GB 64 GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പോക്കോ C3. അപ്പോൾ നല്ല ഒരു ഹാർഡ്വെയർ ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഓഫർ ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തൊരു ഹാർഡ്വെയറും പിന്നെ നല്ല ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമ്മൾ വളരെ ക്വിക്ക്ലി അൺബോക്സ് ചെയ്യാം. C3 മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ സ്പെസിഫിക്കേഷൻ തന്നെ എല്ലാം തന്നെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഹീലിയോ G35 ഒക്ടോകോർ പ്രോസസ്സർ, ട്രിപ്പിൾ ക്യാമറാസാണ്, 13 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറാസാണ്, ഡെപ്ത് സെൻസറും മാക്രോ സെൻസറുമാണ് വരുന്നത്. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 10 watt ചാർജിങ് ആണ്, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ LPDDR4X റാമോ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിൻ്റെ. നമ്മുടെ ഇതിൽ ആർട്ടിക് ബ്ലൂ ആണ് വരുന്നത്. 4GB റാം 64 GB സ്റ്റോറേജുമാണ് ഇതിൻ്റെ വേരിയൻറ്റ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് പുറത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് ക്വിക്ക്ലി അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് തുറക്കാം. ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് മുകളിൽ കാണുന്നത് ഡിവൈസാണ്. ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഡിവൈസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്. ഒരു സിം ഇജക്റ്റ് പിന്ന് കാണാം. ഇതിനകത്ത് ആക്ച്വലി മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനേ ഉള്ളൂ. കേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലായതുകൊണ്ടായിരിക്കും പ്രോബ്ലി കേസ് കട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കാണാം ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ സാർ വാല്യൂ 0.506ഉം 0.883 ആണ്. ഹെഡ് സാറും ബോഡി സാറും പലരും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു 10 watt അഡാപ്റ്ററാണ്. ബേസിക് അഡാപ്റ്ററാണ് വരുന്നത്. ഇതിൽ സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഔട്ട്പുട്ട് 5 volt 2 ആംപിയറിലെ അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചാർജിങ് കേബിളാണ്. ഇതിനകത്ത് മൈക്രോ USB ചാർജിങ് കേബിളാണ്. USB Type-C അല്ല, മൈക്രോ USB ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് പോക്കോ C3. അപ്പോൾ നിങ്ങൾക്ക് കാണാം ട്രിപ്പിൾ റിയർ ക്യാമറ, നല്ലൊരു ക്യാമറ, ഒരു എന്താ പറയുക ഡിസൈനാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് 2 ടൈപ്പ് പാറ്റേൺ ആണ്. ഇവിടെ നമുക്കൊരു സ്മൂത്ത് പാറ്റേണും ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് പാറ്റേണാണ് വരുന്നത്. അതാണ് പോക്കോൻ്റെ ബ്രാൻഡിങ്ങും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പവർ ആൻഡ് വോളിയം പീസ് റൈറ്റ് സൈഡിൽ കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ബോട്ടം സെക്ഷനിൽ മൈക്രോ USB ചാർജിങ് പോർട്ടും സ്പീക്കർ യൂണിറ്റും ഇവിടെ ഒരു മൈക്രോഫോണാണ് വരുന്നത്. മുകൾ ഭാഗത്ത് 3.5 mm ഓഡിയോ ജാക്കും കാണാം. ഫ്രണ്ട് പാനലിൽ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീലൊക്കെയാണ് ഡിവൈസിന് കിട്ടുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി, നല്ലൊരു ഡിവൈസാണെന്ന് പറയാം. 7500 രൂപയ്ക്ക് ഹീലിയോ G95 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ HD ഡിസ്പ്ലേ ആക്ച്വലി നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു വ്യൂയിങ് ആംഗിൾസും കുഴപ്പമില്ലാത്തൊരു ടച്ച് റെസ്പോൺസൊക്കെയാണ് വരുന്നത്. 7500 രൂപയ്ക്ക് വേർത്തി ഡിസ്പ്ലേ എന്ന് പറയാം. അതേപോലെ തന്നെ വളരെ സ്മൂത്താണ് ടച്ച് റെസ്പോൺസ് വരുന്നത്. പിന്നെ നമുക്ക് സെറ്റിങ്സ് പോകാം. എബൌട്ട് ഫോൺ ഒന്ന് ജസ്റ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം MIUI 12 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഇതിൽ 64 GB സ്റ്റോറേജ് ആണ് വരുന്നത്. Android 10 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് പോക്കോ C3. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമ്മൾ റെഗുലർലി പോക്കോയിൽ കാണുന്ന അല്ലെങ്കിൽ ഷോമിയിലെ MIUIയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. റെഗുലറായി നമ്മൾ കസ്റ്റമൈസ് ചെയ്യാനുള്ളതും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് ഒരു പ്രൈമറി 13 മെഗാപിക്സൽ ക്യാമറയും ഒരു മാക്രോ സെൻസറും ഒരു ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പോർട്രേറ്റ് മോഡ്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1080p റെസൊല്യൂഷൻ at 30 FPS, 720p at 30 FPS ഉണ്ട്. മാക്രോ സെൻസറും ഉണ്ട്. പിന്നെ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. ഷോർട്ട് വീഡിയോ അങ്ങനത്തെ ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോ മോഡും അവൈലബിൾ ആണ്.
അപ്പോൾ ഇത്രയാണ് ക്യാമറേൻ്റെ UI കുറിച്ച് പറയുകയാണെങ്കിൽ AI ക്യാമറയാണ് വരുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണും. ഇതൊക്കെയാണ് പോക്കോ C3 എടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 7500 രൂപയ്ക്ക് വേണ്ട ഒരു ക്ലാരിറ്റി ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ സാമ്പിൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് എന്താണെങ്കിലും കിട്ടും. 5000 mAh എന്ന് പറഞ്ഞാൽ ഒരു 1.5 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതിനകത്ത് വരുന്നത് ഹീലിയോ G35 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇത് കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാന്ന് പറയാം. കാരണം 7500 രൂപയ്ക്ക് ഇത് ടോട്ടലി വേർത്താണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ വേണ്ടത് നമുക്ക് ഒരു മിനിമം ബേസിക് എക്സ്പീരിയൻസും അതേപോലെ തന്നെ ആപ്സ് എല്ലാം വർക്ക് ചെയ്യുന്നതും കുഴപ്പമില്ലാത്തൊരു ലാഗൊന്നും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഗെയിമിങ്ങിനുള്ള ചിപ്സെറ്റ് അല്ല അടുത്തത്. G സീരീസ് ആണെങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പ്രോബ്ലി ഗെയിമിംഗ് ചെയ്യാം. പക്ഷേ ഹെവി ഗെയിംസൊന്നും നമുക്ക് എന്താണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് UI കിട്ടുന്ന. ലാഗ്സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഓവറോൾ G35 കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പോക്കോ C3 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഈ ഡിവൈസ് 7500 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3GB RAM വേരിയൻ്റ് ആണ് വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഇത് ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഫ്ലിപ്കാർട്ട് സെയിലിൽ ഉടൻ തന്നെ സെയിലിൽ വരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ C3 അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.